everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the third lecture on capital gains, which is the second module in the subject Income Tax Law and Practice 2 for semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about capital assets, which comes under section 2 subsection 14 of Income Tax Act 1961. And in this lecture, we are continuing with the same topic, that is capital assets. Then, what are the assets that are not treated as capital assets? Okay, capital asset ആയിട്ട് ട്രീറ്റ് ചെയ്യാത്ത അസറ്റ്സ് ഏതൊക്കെയാണ്? ആൻഡ് ദ ഫസ്റ്റ് വൺ, എനി സ്റ്റോക്ക് ഇൻ ട്രേഡ്, കൺസ്യൂമബിൾ സ്റ്റോർസ് ഓർ റോ മെറ്റീരിയൽസ് ഹെൽഡ് ഫോർ ദ ബിസിനസ് ഓർ പ്രൊഫഷൻ ഓഫ് ദി അസസി. അസസിയുടെ ബിസിനസ്സിൻ്റെയോ പ്രൊഫഷൻ്റെയോ പർപ്പസിനായിട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ഇൻ ട്രേഡോ കൺസ്യൂമബിൾ സ്റ്റോഴ്സോ റോ മെറ്റീരിയൽസോ, ദീസ് ആർ നോട്ട് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ അസറ്റ്. ക്ലിയർ? ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പേഴ്സണൽ ഇഫക്ട്സ്. Example, movable property including wearing clothes and furniture held for personal use by the assessee or any number of his family dependent on him. Thus, a car or any other vehicle, refrigerator, television or laptop or other electrical appliances are included in this. Personal effects of the assessee. Personal effects which is held for പേഴ്സണൽ യൂസ് ബൈ ദി അസസി. പേഴ്സണൽ ഇഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്താണ്, അസസിയുടെ പേഴ്സണൽ യൂസിനായിട്ട് ഹെൽഡ് ചെയ്തിരിക്കുകയാണ്. അസസിയുടെയോ ഓർ എനി നമ്പർ ഓഫ് ഹിസ് ഫാമിലി ഡിപ്പെൻഡൻറ്റ് ഓൺ ഹിം. ഒന്നുകിൽ അസസിയുടെ പേഴ്സണൽ യൂസിനോ അല്ലെങ്കിൽ അസസിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സിൽ ആരുടെയെങ്കിലും യൂസിന് വേണ്ടിയിട്ടോ ഉള്ള പേഴ്സണൽ ഇഫക്ട്സ്. ഫോർ എക്സാമ്പിൾ, മൂവബിൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡിങ് വെയറിംഗ് ക്ലോത്ത്സ് ആൻഡ് ഫർണിച്ചർ. ഓക്കെ, these are not treated as capital assets. Thus, a car or any other vehicle, refrigerator, television or laptop or other electrical appliances, ഇതെല്ലാം എന്താണ്, ഈ പേഴ്സണൽ ഇഫക്ട്സിൽ ഇൻക്ലൂഡഡ് ആണ്. ദസ് വെയറിങ് അപ്പാരൽസും ഫർണിച്ചറും കാറും ഹോം അപ്ലയൻസസും ഇതെല്ലാം എന്താണ്, പേഴ്സണൽ ഇഫക്ട്സിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ദീസ് ആർ നോട്ട് കൺസിഡേർഡ് ആസ് ക്യാപിറ്റൽ അസറ്റ്സ്. ക്ലിയർ? ഓക്കെ, ദെൻ വാട്ട് ആർ ദ അസറ്റ്സ് that is not treated as personal effect and liable to tax? പേഴ്സണൽ ഇഫക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തതും ടാക്സ് ലയബിലിറ്റി വരുന്നതുമായിട്ടുള്ള അസറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആർക്കിയോളജിക്കൽ കളക്ഷൻസ്, ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ്, എനി വർക്ക് ഓഫ് ആർട്ട്, ജ്വല്ലറി, ഇതെല്ലാം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേംസ് ആണ്. ഈ പറയുന്ന അസറ്റുകളെല്ലാം പേഴ്സണൽ ഇഫക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല ആൻഡ് ദേ ആർ ലയബിൾ ടു ടാക്സ്. ക്ലിയർ? ആൻഡ് ജ്വല്ലറി ഇൻക്ലൂഡ്സ് ഓർണമെൻറ്റ്സ് മെയ്ഡ് ഓഫ് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ഓർ എനി അതർ പ്രഷ്യസ് മെറ്റൽ. ഓക്കെ, ഓർ പ്രഷ്യസ് സ്റ്റോൺസ് ഓർ സെമി പ്രഷ്യസ് സ്റ്റോൺസ്, ഇതെല്ലാം എന്താണ്, ജ്വല്ലറിയിൽ വരുന്നതാണ്. ക്ലിയർ? ആൻഡ് the third asset which is not treated as capital asset is agricultural land in India situated in rural area. അതായത് റൂറൽ ഏരിയയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ ലാൻഡ് ഇന്ത്യയിൽ. സോ നമുക്ക് നോക്കാം, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് റൂറൽ ഏരിയ? ഫ്രം ദ അസസ്മെൻറ്റ് ഇയർ 2014-15 അന്ന് മുതലുള്ള ഒരു ഡെഫിനിഷനാണ് റൂറൽ ഏരിയയുടെ. ആൻഡ് any area which is outside the jurisdiction of a municipality or cantonment board having a population of 10,000 or more is considered as a rural area. അതായത് ഒരു മുനിസിപ്പാലിറ്റിയുടെയോ കണ്ടോൺമെൻറ്റ് ബോർഡിൻ്റെയോ ജൂറിസ്ഡിക്ഷനിൽ നിന്നും പുറത്തുള്ള, ഔട്ട്സൈഡ് ദ ജൂറിസ്ഡിക്ഷൻ, ആ ജൂറിസ്ഡിക്ഷൻ ഉള്ളിൽ വരത്തില്ല, അതിന് പുറത്തുള്ള ഏരിയയാണ്. ആൻഡ് ദ പോപ്പുലേഷൻ ഈസ് 10,000 ഓർ മോർ. അങ്ങനെയുള്ള ഏരിയയെ നമ്മൾ റൂറൽ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യും. ക്ലിയർ? ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ഫോൾ വിത്തിൻ എ ഡിസ്റ്റൻസ്. അതായത് ഇനി പറയാൻ പോകുന്ന ഡിസ്റ്റൻസിനുള്ളിൽ ഏരിയ വരാനായിട്ട് പാടില്ല. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഇസ് മെഷേർഡ് ഏരിയലി. ആൻഡ് ദ ഡിസ്റ്റൻസസ്
decided according to the population density of municipality or cantonment. പോപ്പുലേഷൻ ഡെൻസിറ്റി അനുസരിച്ചിട്ടാണ് ആ ഡിസ്റ്റൻസ് തീരുമാനിക്കുന്നത്. ക്ലിയർ? ദെൻ ഇഫ് ദ പോപ്പുലേഷൻ ഓഫ് മുനിസിപ്പാലിറ്റി ഓർ കണ്ടോൺമെൻറ്റ് ബോഡീസ് മോർ ദാൻ 10,000 ബട്ട് നോട്ട് മോർ ദാൻ 1 lakh. 10,000-ൽ കൂടുതൽ പോപ്പുലേഷനും 1 lakhൽ കൂടുതലും ഇല്ല. 10,000-ൽ കൂടുതലാണ് പോപ്പുലേഷൻ ബട്ട് നോട്ട് മോർ ദാൻ 1 lakh. 1 lakhൽ കൂടുതലില്ല എങ്കിൽ 2 kilometers from local limit of municipality or cantonment board. Then, if the population of municipality or cantonment board is more than 1 lakh but not more than 10 lakh. Population 1 lakhൽ കൂടുതലാണ് but not more than 10 lakh. 10 lakhൽ കൂടുതലല്ല എങ്കിൽ 6 kilometers from local limit of municipality or cantonment board. Then, if the population of municipality or cantonment board is more than 10 lakh, 10 lakhലും കൂടുതലാണ് പോപ്പുലേഷൻ എങ്കിൽ 8 kilometers from local limit of municipality or cantonment board. ക്ലിയർ? അപ്പോൾ ഈ പറയുന്ന ഡിസ്റ്റൻസിനുള്ളിൽ ഈ ഒരു ഏരിയ വരാനായിട്ട് പാടില്ല. ഓക്കെ, അതായത് ആ റൂറൽ ഏരിയയുടെ ഡെഫിനിഷനിലാണ് നമ്മളിത് പറയുന്നത്. റൂറൽ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റൻസുകൾക്കുള്ളിൽ അക്കോർഡിംഗ് ടു ദ പോപ്പുലേഷൻ ഡെൻസിറ്റി ആ പറഞ്ഞിരിക്കുന്ന ഓരോ ഡിസ്റ്റൻസിൻ്റെയും ഉള്ളിൽ ആ ഏരിയ വരാനായിട്ട് പാടില്ല. ക്ലിയർ? ആൻഡ് ദ ഫോർത്ത് അസറ്റ് വിച്ച് ഇസ് നോട്ട് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ അസറ്റ് ഈസ് 6.5% gold bonds or 1977 or 7% gold bonds 1980 or National Defense Gold Bonds 1980 issued by the central government, and these are issued by the central government and it is not treated as capital assets. Then Special Bearer Bonds 1991, it is also not treated as capital asset. Next, the sixth one is gold deposit bonds issued under the Gold Deposit Scheme 1999 or deposit certificate issued under the Gold Monetization Scheme 2015 notified by the central government. Central government notify ചെയ്യുന്ന ഈ രണ്ട് സെക്യൂരിറ്റീസ്, ദാറ്റ് ഇസ് ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട്സ് ഇഷ്യൂഡ് അണ്ടർ ദ ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം 1999 ഓർ ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് അണ്ടർ ദ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം 2015. ഇത് രണ്ടും എന്താണ്? ക്യാപിറ്റൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യില്ല. ക്ലിയർ? ഇത്രയും അസറ്റാണ്, ടോട്ടലി 6 അസറ്റ്സ് ആണ് ഉള്ളത്. ദീസ് ആർ നോട്ട് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ അസറ്റ്സ്. ക്ലിയർ? Hope you all understand about capital assets and assets which are not treated as capital assets. Thank you.